എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പണ്ട് പല്ല് എടുത്തതോ അല്ലെങ്കിൽ ഈ അടുത്ത് പല്ല് എടുത്ത് കളയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നാൽ ആ പല്ലിന് പകരം പല്ല് വെച്ച് തന്നെ ആകണം. കാരണം അത് ഡെന്റിസ്റ്റിന്റെ ആഗ്രഹമല്ല, പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷനാലിറ്റി തിരിച്ച് വീണ്ടും കിട്ടണം. അതിൽ യൂഷ്വലി 3 മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് അവിടെ ഒരു ക്രൗൺ വെക്കാം, അല്ലെങ്കിൽ അടുത്ത പല്ലുമായിട്ട് കണക്ട് ചെയ്ത് പല്ല് വെക്കണതിന്റെ പേരാണ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്. പിന്നെ ചില കാര്യങ്ങളിൽ അത് പറ്റാതെ വന്നാൽ അതിന് അഴിക്കാവുന്ന ഡെഞ്ചർ, ഇല്ലെങ്കിൽ പല്ല് സെറ്റിന്റെ പകുതി, ഇല്ലെങ്കിൽ പല്ല് സെറ്റിന്റെ പാർഷ്യൽ, കാസ് പാർഷ്യൽന്നോ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ എന്നോ പറയണത് വെച്ച് പല്ല് വെക്കുക. ഇതിൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല്ലില്ലാത്ത സ്ഥലത്ത് പല്ലിന്റെ റൂട്ട് പോലെ തന്നെ ഒരു ടൈറ്റാനിയം സ്ക്രൂ അതിൻ്റെതായ പ്രൊസീജിയർ മുഖാന്തരം ഉള്ളിൽ വെച്ച് അത് അസ്ഥിയായിട്ട് യോജിച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു ക്രൗൺ പോലെ വെച്ചാൽ സ്വന്തം പല്ല് ഇരിക്കണ പോലെ തന്നെ പെർഫോം ചെയ്യും. 90% സ്വന്തം പല്ലിന്റെ പ്രവൃത്തി വീണ്ടെടുക്കുകയും ചെയ്യാം. കുറച്ച് സമയം എടുക്കും. അത് പല്ലെടുത്ത് കുറച്ച് കഴിഞ്ഞ് അസ്ഥി ഉണങ്ങി അതിന്റെ പുറത്ത് ബോണിന്റെ ഡെൻസിറ്റി കിട്ടി അതിന്റെ പുറമെ ഒരു ഇംപ്ലാന്റ് ഇട്ട് പിന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ക്രൗൺ ഇടണം. ചില കേസിൽ ഇംപ്ലാന്റ് പറ്റാത്തപ്പോൾ അടുത്ത ഓപ്ഷൻ ഉള്ളത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ആണ്. അടുത്ത പല്ലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പല്ലിനെ അതിൻ്റെതായ പ്രിപ്പയർ ചെയ്ത് ലാബിൽ ഉണ്ടാക്കി ഒരു ബ്രിഡ്ജ് ഫിക്സ് ചെയ്യാം. ചില കേസിൽ പേഷ്യൻറ്റിൻ്റെ നീഡ് ബേസ്ഡിൽ അത് പറ്റാതെ വരുമ്പോൾ അഴിച്ച് ദിവസവും എടുത്ത് വാഷ് ചെയ്ത് കഴുകി തിരിച്ചു വെക്കണ പോലത്തെ പല്ലാണ് പല്ല് സെറ്റ്, ഇല്ലെങ്കിൽ പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയുന്നത്. ഏത് രീതിയാണെങ്കിലും പല്ല് എടുത്തോടത്ത് അതിന് പകരമായിട്ട് കൃത്രിമ പല്ല് വെക്കണതാണ് പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനും ഫങ്ഷണാലിറ്റിക്കും ഗുണം ചെയ്യുക. പല്ലെടുത്തോടത്ത് പല്ല് വെക്കാതെ പരമാവധി ഇരിക്കരുത്. അത് പിന്നെ ജോയിൻറ്റിനും പല്ലിനും എല്ലാത്തിനും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാം.